കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഗിരിയുടെ കല്യാണമാ ഇപ്പൊ എല്ലാവർക്കും വിഷയം. ഗിരിക്ക് വേണ്ടി കല്യാണ ആലോചനകളുടെ ക്യൂവാ. അതിന് ഗിരി ഇപ്പോഴും കല്യാണം വേണ്ടെന്നുള്ള ആറ്റിറ്റ്യൂഡിൽ തന്നെയല്ലേ? അതെ, പക്ഷെ അവന്റെ മനസ്സ് മാറില്ലെന്ന് ആര് കണ്ടു? അപ്പൊ ഗിരിക്ക് വേണ്ടി ആലോചനകൾ വരുന്നതാണ് ചേച്ചിയുടെ ഇപ്പോഴത്തെ പ്രശ്നം അല്ലേ? അതിന് ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴിയേ കാണുന്നുള്ളൂ. ഗിരിയുടെ കല്യാണം അങ്ങ് നടത്തണം. പിന്നെ ആരും ആലോചനയും കൊണ്ട് വരത്തില്ലല്ലോ. തമാശയാണോ? കാര്യങ്ങളുടെ കിടപ്പ് നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ലേ? ഒരു വാതില് തുറന്നു കിടന്ന അതിൽ കൂടെ പിന്നെ ആൾക്കാർ കയറി വരാതിരിക്കുവോ ചേച്ചി? എത്രയും പെട്ടെന്ന് ആ വാതിലങ്ങ് അടയ്ക്കണം. ഗിരിക്ക് പിൻഗാമികൾ ഉണ്ടായാൽ അതെന്റെ കുട്ടികളുടെ ഭാവിയെയാണ് ബാധിക്കാൻ പോകുന്നത്. അതുകൊണ്ടാ ഗിരി കല്യാണം കഴിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അറിയാം, കാര്യങ്ങൾ ചേച്ചിയുടെ നിയന്ത്രണത്തിൽ നിന്നാ പോരെ, അതല്ലേ വിഷയം. ചേച്ചി പറഞ്ഞാ കേൾക്കുന്ന, ചേച്ചിയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരാളായിരിക്കണം അവന്റെ പെണ്ണായി വരേണ്ടത്. അത്രയുള്ള കാര്യം, സിമ്പിൾ. അങ്ങനൊരുത്തെ കണ്ടുപിടിച്ച് അവന്റെ തലയിൽ കെട്ടിവെച്ച് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ വരുന്ന ആലോചനകൾ തടയാൻ നിന്ന അതിനേ നേരം കാണും. അതാ ഞാൻ പറഞ്ഞത്. അമ്പി, മിസ്റ്റർ മേനോൻ, ഈ കമ്പനിയിലെ 35-നും 45-നും ഇടയിൽ പ്രായമുള്ള അവിവാഹിതരായ പുരുഷന്മാരുടെ ഒരു ലിസ്റ്റ് എടുക്കണം, ഇമ്മീഡിയറ്റ്ലി. സർ, എന്തിനാണ് ഗിരി? അതൊക്കെയുണ്ട്, പറയാം. സർ, സാറ് പറഞ്ഞ കാറ്റഗറിയിൽ ആകെ 14 പേരേ ഉള്ളൂ. അതിൽ ഹയർ മാനേജ്മെന്റ് ലെവലിലുള്ള എത്ര പേരുണ്ടെന്നൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. ഐ വാണ്ട് ദെയർ ഡീറ്റെയിൽ ബാക്ക്ഗ്രൗണ്ട്. ശരി സർ. ഗെറ്റ് ബാക്ക് ടു മീ ഫാസ്റ്റ്. ഓക്കെ? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറയുന്നത് വെറുതെ അല്ല ഗിരി. നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. നടക്കേണ്ട സമയത്ത് എല്ലാം നടക്കും. ഈ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാകുന്ന ആളല്ല സാനിയ, അത് നിനക്കറിയാലോ. സുമിതയ്ക്കൊരു പയ്യനെ കിട്ടാത്ത കാരണം എന്റെ അനിയത്തിയുടെ കല്യാണം ഇങ്ങനെ അനന്തമായി നീളുന്നു ഓർത്താ എനിക്ക് ടെൻഷൻ. സർ, വരൂ. എന്തായി? സാറ് പറഞ്ഞ പോലെ ബാച്ചിലേഴ്സായ 35-നും 45-നും ഇടയ്ക്ക് പ്രായമുള്ളവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് സർ. ഗ്രേറ്റ്. ഇനി കാര്യങ്ങളൊക്കെ എളുപ്പമായി. ഈ ലിസ്റ്റിലുള്ളവർ റൈറ്റ് ചോയ്സ് ആയിരിക്കും. പക്ഷേ അവളന്ന് കോച്ചിങ് സെന്ററിന്റെ മുന്നിൽ വെച്ച് നിന്നോട് അത്രയും പറഞ്ഞ സ്ഥിതിക്ക് നീ സെലക്ട് ചെയ്യുന്ന പ്രൊപ്പോസൽസ് അവളുടെ അച്ഛനെ അയച്ചു കൊടുത്താൽ മതി. ആരൊക്കെയാ അത്? ആ ലിസ്റ്റ് ഒന്ന് വായിച്ചേ, കേൾക്കട്ടെ. ആ കൂട്ടത്തിൽ ഹയർ മാനേജ്മെന്റ് ലെവലിൽ ഒരാൾ മാത്രമേ ഉള്ളൂ സർ. ഹു ഈസ് ദാറ്റ്? കിട്ടിയ സെർച്ച് റിസൾട്ട് പ്രകാരം അത് സാർ തന്നെയാണ് സർ. മിസ്റ്റർ ഗിരിധർ നമ്പ്യാർ, ചെയർമാൻ SS ഗ്രൂപ്പ്. ശരി, താങ്ക് യു. പ്ലീസ് ലീവ്. ഓക്കെ സർ. എടാ, നീ ഇങ്ങനെ ആവശ്യമില്ലാതെ സ്ട്രെസ് എടുക്കാതെ ഗിരി. ഇതല്ലെങ്കിൽ ഇതിനേക്കാൾ എത്രയോ നല്ല ബന്ധങ്ങൾ സാനിയക്ക് കിട്ടും. നോ, ശ്രീനിഷിന്റെ കാര്യത്തിൽ ഞാൻ കൺവിൻസ്ഡ് ആണ് ആകാശേ. അത്ര നല്ല പയ്യനാണ് അവൻ.
ഒരു രീതിയിലും അവൻ കൈവിട്ടു പോകാൻ പാടില്ല. ഇതുപോലുള്ള കാര്യങ്ങൾക്ക് അതിൻ്റെതായ സമയമെടുക്കില്ല ഗിരി. തിടുക്കം കൂട്ടിയിട്ട് എന്താ കാര്യം? എടാ, സാനിയുടെ കല്യാണത്തെക്കുറിച്ച് നിനക്ക് ഇത്ര ടെൻഷനാണെങ്കിൽ സുമിതയുടെ കല്യാണം നടക്കാത്തതിന്റെ പേരിൽ അവളുടെ വീട്ടുകാര് എന്തുമാത്രം സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒന്നാലോചിച്ച അത്ര തന്നെ ടെൻഷനും വേവലാതെയും നിന്റെ കല്യാണം നടക്കാത്തതിന്റെ പേരിൽ നിന്റെ വീട്ടുകാർക്ക് ഉണ്ടാവേണ്ടതായിരുന്നു. എടാ, നിന്റെ വീട്ടുകാർക്ക് പക്ഷേ ടെൻഷൻ ഉണ്ടാവാൻ പോകുന്നതേ നിന്റെ കല്യാണം കഴിഞ്ഞാലായിരിക്കും. ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ പോയിട്ട് ആ മാർക്കറ്റിംഗ് സ്റ്റഡിയുടെ റിപ്പോർട്ട് എന്തായി നോക്കട്ടെ. ഓക്കെ, ബൈ. എന്താ അമ്മേ, മുഖത്താകെ ഒരു മൂടിക്കെട്ട്? അമ്മ ഇപ്പോഴും നേരത്തെ നടന്നതൊക്കെ ഓർത്തോണ്ടിരിക്കുകയാണല്ലേ? ഓർക്കാൻ ഇഷ്ടണ്ടായിട്ടല്ല, മനസ്സിൽ നിന്ന് അതങ്ങോട്ട് പോണില്ല. കിരണുമായി അങ്ങനൊരു വർത്തമാനം ഉണ്ടായത് ആവശ്യമില്ലാത്ത കാര്യമായി പോയിന്ന് എനിക്കറിയാം. സാരമില്ലമ്മേ, പോട്ടെ. പലപ്പോഴും എനിക്ക് സ്വയം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയണില്ല സുമി. ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോ ആകെ ആദ്യം എന്റെ കാര്യങ്ങൾ ഓർത്താണെന്ന് എനിക്കറിയാം. അമ്മയ്ക്കറിയോ? എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് നടന്ന വഴക്കിന്റെ കാര്യത്തില് എനിക്ക് ചെറിയ സന്തോഷമുണ്ട്. അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹ ഇന്ന് കിരണിനോടുള്ള ദേഷ്യമായിട്ട് മാറിയത്. നമ്മളെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ വിചാരപ്പെടുന്നു എന്ന് അറിയുമ്പോഴല്ലേ അമ്മേ നമ്മൾ ജീവിക്കുന്നതിനൊരു അർത്ഥമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. എപ്പോഴും പ്രകടിപ്പിക്കാറൊന്നുമില്ലെങ്കിലും അമ്മയുടെ മനസ്സിലുള്ള ഈ സ്നേഹം മതി എനിക്ക്. ആരാ നോക്കട്ടെ. ഇവിടെ എല്ലാരും പൊട്ടന്മാരാണോ? ഫോൺ അടിക്കണ കേൾക്കണില്ലേ? എല്ലാത്തിനും ഞാൻ തന്നെ വേണം ഇവിടെ. എവിടെയായിരുന്നു ഇത്ര നേരം? ഒരു മാച്ച് ഉണ്ടായിരുന്നു. അതെ 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 അതന്നെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആണോ? നല്ല കാര്യം. പിന്നെന്താ? ഹേയ്, ഒരു വിരോധവും ഇല്ല. നോക്കാം, നമുക്ക് നോക്കാം. എന്നായിക്കോട്ടെ, വലിയ ഉപകാരം. ഓക്കെ, നമ്മുടെ സുമിക്ക് നല്ലൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. നല്ലതാണോന്നൊക്കെ പിന്നെ തീരുമാനിക്കാം. എന്തായതെന്നൊക്കെ ആദ്യം അറിയട്ടെ. ഒരു കുറ്റവും പറയാനില്ലാത്ത ബന്ധാ വന്നിരിക്കണേ ചന്ദ്രേട്ടാ. ഒറ്റ മോന, ഒരു കുറവും പറയാനില്ലാത്ത പയ്യൻ. ആദ്യത്തെ കല്യാണ. വീട് നിലമ്പൂരാണെങ്കിലും ജോലി ഇവിടെ ആയതുകൊണ്ട് കല്യാണത്തിന് ശേഷം കൊച്ചിയിൽ തന്നെ സെറ്റിൽ ആവാനാ താല്പര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിട്ടുപോയി. അവർക്ക് സ്ത്രീധനത്തിന്റെ കാര്യത്തിലൊന്നും യാതൊരു കടുംപിടുത്തല്ലാന്ന്. ഒടുവിൽ ഈശ്വരൻ എന്റെ പ്രാർത്ഥന കേട്ടു. നിന്റെ ജീവിതം അങ്ങനെ ഒരു കരക്കെടുക്കാൻ പോവാ മോളെ. കൺഗ്രാറ്റുലേഷൻസ് ചേച്ചി. കൺഗ്രാറ്റുലേഷൻസ് ചേച്ചി. ഹലോ ചേട്ടാ, സെക്ഷൻ 7 ഒരു കോഫി വേണേ. കോഫി? താങ്ക്സ്. നീയോ?
യെസ്. ഞെട്ടിയില്ലേ? എന്നാ ഇനി ഞെട്ടാനിരിക്കുന്നേ ഉള്ളൂ. വേഗം കോഫി കുടിച്ച് എഴുന്നേൽക്ക്, കാണിച്ചു തരാം. ആർട്സ് ക്ലബ് അവാർഡ് ഫംഗ്ഷൻ അറ്റ് 6. അത് കഴിഞ്ഞിട്ട് മുഷർ ഹോട്ടലിൽ ഒരു ഡിന്നർ. ദെൻ വേണമെങ്കിൽ ഒരു സെക്കൻഡ് ഷോക്ക് കയറാം. അത് നിന്റെ ചോയ്സ്. എങ്ങനെയുണ്ട്? കിടല സർപ്രൈസ് അല്ലേ? എടോ, ഒന്നും നടക്കാൻ പോണില്ല. സോറി സനു, അത്രയ്ക്ക് പണിയുണ്ട്. നോ, നത്തിങ് ഡൂയിങ്. വെറുതെ എന്റെ ഒരു ഈവനിങ് നീ തൊലയ്ക്കരുത്. എന്ന് പറഞ്ഞാ എങ്ങനെയാ സനു? ദേ നോക്ക്, ഓഫീസ് കാലിയായിട്ടും ഞാൻ വീട്ടിൽ പോലും പോവാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന നീ കാണുന്നില്ലേ? അത്രയ്ക്ക് വർക്ക് പെൻഡിങ് ഉള്ളതുകൊണ്ടാ മോളെ. ഓഫീസ് ടൈം കഴിഞ്ഞ് ഫ്രീ ആവില്ലെന്ന് വെച്ചാ എന്തൊരു ബോർ ഏർപ്പാടാ ഇത്. പ്ലീസ് വാശി പിടിക്കാതെ സനു. എനിക്ക് വേണ്ടപ്പോ ശ്രീയെ കിട്ടണം. എന്റെ ഫ്രണ്ട്സ് അവരുടെ കൂടെ പോവാൻ എന്നെ എത്ര നിർബന്ധിച്ചെന്നറിയോ? എന്നാ പിന്നെ അവരോട് പോവാൻ മേലായിരുന്നു. അപ്പൊ വരില്ലല്ലേ? വരുന്ന കാണണോ? മതി. Get up and come with me. കടലാസ് പുലി കടിക്കില്ല സനു. സ്ഥിരം നമ്പറൊക്കെ ഒന്ന് മാറ്റി പിടിക്കും മോളെ. ഇത് കളിയും കടലാസ് പോലെയൊന്നും അല്ല ശ്രീ. ഗിരിയേട്ടന് ഗിഫ്റ്റ് കിട്ടിയ റിവോൾവറാ. ഫുള്ളി ലോഡഡ് ആൻഡ് ഐ ആം ഡെഡ്ലി സീരിയസ്. അങ്ങനെ നിന്റെ പിടിവാശിക്കും ഭീഷണിക്കും വഴങ്ങി എല്ലാം ചെയ്താ അത് ശരിയാവില്ല. ഇന്നത്തേക്ക് എന്തായാലും എന്റെ വാശി ജയിക്കട്ടെ. ഞാൻ എവിടേക്കും വരുന്നില്ല. അതിന്റെ പേരിൽ നിനക്ക് എന്നെ കൊല്ലാൻ പറ്റുമെങ്കിൽ കൊന്നേക്ക്. സനു, 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 മോളെ സനു, നീ എന്തായി കാണിച്ചേ? ഈശ്വര. ശ്രീ, ഞാൻ ആ ക്ലോക്കല്ലേ ഷൂട്ട് ചെയ്തത്. ശ്രീ പേടിച്ചു പോയോ? അയ്യോ, ചില്ലു കൊണ്ടതാ. അത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്താ ഒന്നല്ലേ? നിനക്ക് ഭ്രാന്താ. വാ എണീക്ക്. ചിലപ്പോ എനിക്ക് തോന്നും നിന്നെ സ്നേഹിക്കാൻ തോന്നി എനിക്ക് നട്ടഭ്രാന്തെന്ന്. ആ, രണ്ടുണ്ട ബാക്കി വെച്ചിട്ടുണ്ടേ. ചില വാക്കുണ്ടെങ്കിൽ മര്യാദയ്ക്ക് പണി നിർത്തി ഇറങ്ങിക്കോ. ഒരു ബാൻഡേഡ് കിട്ടുമോ? നിനക്ക് ഷോക്കാ വേണ്ടത്. നല്ല ഷോക്ക്. വാങ്ങോട്ട്. ഭാഷയിലേക്ക് പിന്നീട് എഴുതി ചേർക്കപ്പെട്ട ഒരുപാട് പുതിയ കോയിനേജുകൾ. മാം, കോയിനേജ് എന്ന് പറഞ്ഞ പുതിയ വാക്കുകൾ, കണ്ടെത്തലുകൾ അല്ലെങ്കിൽ ഒന്നിലധികം വാക്കുകൾ ചേർത്ത് പുതിയ അർത്ഥങ്ങൾ ഉണ്ടാക്കൽ. ആരുടെ ഫോണത്? സോറി മാം. So we were saying many such new phrases and usages were assimilated to the language and literature. Excuse me. ഹലോ, നീ എവിടെയാ? നീ ഇറങ്ങിയോ? ഞാൻ ക്ലാസ്സിലാ. എന്തിനാ ഇപ്പഴേ ഇറങ്ങുന്നത്? അവർ ഉച്ചക്കല്ലേ വരുള്ളൂ. അല്ലല്ല, ഉച്ചയ്ക്ക് അവർക്ക് എന്തോ അസൗകര്യം ഉണ്ടെന്ന്. അല്പം നേരത്തെ വന്ന ബുദ്ധിമുട്ടാവോന്ന് അവര് വിളിച്ചു ചോദിച്ചിരുന്നു. ആ വിളിക്കുന്നത് മിക്കവാറും അങ്ങേരെ. ആരാ? ആ ഗിരിധർ നമ്പ്യാർ. അല്ലാതെ ആരാ? അന്ന് നമ്മള് കണ്ടല്ലേ മഴത്ത് കാറിൽ വന്ന് കൂട്ടിക്കൊണ്ടു വന്നേ. പക്ഷെ ക്ലാസ് കഴിയാൻ ഞാൻ എങ്ങനെയാ? ക്ലാസ് നാളെ എടുക്കാം. പക്ഷെ ഇതുപോലെ ഒത്തിണങ്ങിയ ഒരു ആലോചന നാളെ വരില്ല. ഒന്നും പറയണ്ട സുമി, നീ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേ പറ്റൂ. വേഗം വൈകല്ലേ, ഒരു ഓട്ടോ പിടിച്ച് ഇങ്ങ് പോര്. ശരി, എത്താം. സോറി എവ്രിവൺ, ഇന്നത്തെ ക്ലാസ് നമുക്ക് മതിയാക്കാം. ഒരു ഫാമിലി എമർജൻസി. എടി, ഇതിവര് പറഞ്ഞ കേസ് തന്നെ. സംശയം എന്തോ. വി വിൽ കണ്ടിന്യൂ ടുമോറോ. മിസ്സസ് ഫിലിപ്പും കൂടി ഉണ്ടായിരുന്ന ബെറ്റ് വെക്കാൻ ആളായല്ലേ? ആ
പഴയൊരു ബെറ്റിന് ബാക്കിയായിട്ടാ അവള് ഫിലിപ്പ് സാറിനെ കല്യാണം കഴിച്ചത്. പത്മ നായർ. അധികം വൈകിയ പിന്നെ രഹസ്യം പരസ്യമായി മാറും. അതിന്റെ മുന്നേ അവനോടൊന്ന് അനൗൺസ് ചെയ്യാൻ പറ. അയ്യോ, ഞങ്ങളായിട്ടിത് ആരെ അറിയിച്ചിട്ടില്ല. ഗീത ആരോടും പറഞ്ഞില്ലല്ലോ അല്ലേ? ഏയ്, ഞാൻ ആരോടും മിണ്ടിയിട്ടില്ല. ആകെ പറഞ്ഞിരിക്കുന്നത് എന്റെ ക്ലോസ് ഫ്രണ്ട് ഇല്ലേ പത്മ, നമ്മുടെ ക്ലബില്, അവളോടൊന്ന് സൂചിപ്പിച്ചു, അത്രേ ഉള്ളൂ. അവൾ ആരോടൊന്നും പറയാൻ പോകുന്നില്ല. എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഗിരിയുടെ കല്യാണക്കാര്യം അങ്ങനെ ചോദിച്ച ആ കാലം പാവും. പത്മയിലിരിക്കുന്നത്. പത്മേ. ആ ഗീത. ഓ, അനുരാധ ഉണ്ടല്ലോ. ഞാൻ സ്കൂട്ടാ, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു. ഹലോ മിസ്സസ് നമ്പ്യാർ. ഹലോ പത്മ. എത്ര നാളായി കണ്ടിട്ട്? ഹൗ ആർ യു? ഐ എം സോ ഫൈൻ. എപ്പോഴും കണ്ടില്ലെങ്കിലും വിശേഷങ്ങളൊക്കെ ഞാൻ അറിയാറുണ്ട്. ഓ, ഈ ഗെയിം ഒന്ന് തീർത്തിട്ട് സംസാരിക്കാം. പത്മ ചെന്നോളൂ, ഞാൻ അങ്ങോട്ടേക്ക് വരാം. അതൊന്നും സാരമില്ലെന്നേ. യു പ്ലീസ് ക്യാരി ഓൺ. ഞാനിവിടെ അടുത്തിരിക്കുന്നത് ബുദ്ധിമുട്ടാവില്ലല്ലോ അല്ലേ? എന്നാലും ഗീത എന്നോട് പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഇത്ര നാള് പിടികൊടുക്കാതെ നടന്നിട്ട് ഒടുവിൽ ഗിരിക്കൊരു നല്ല ബുദ്ധി തോന്നിയല്ലോ. എന്താ കാര്യം? എന്ത് നല്ല ബുദ്ധി തോന്നിന്നാ? ആ, ജോക്കർ. കണ്ടോ കണ്ടോ, ഭാഗ്യം വരുന്ന വഴി. ഗിരിധരന്റെ കല്യാണം ആയപ്പോഴേ അനുരാധയുടെ നല്ല സമയം തുടങ്ങി. എന്താ പറഞ്ഞേ? ഗിരിക്ക് മാരേജ് ആയോ? അയ്യോ ഇല്ല, അതൊന്നും അങ്ങനെ ഉറപ്പിച്ച് പറയാറായിട്ടില്ല അർച്ചനെ. അത് വെറുതെ. ഓൾറെഡി ഫിക്സ് ആയിന്നാണല്ലോ ഞാൻ കേട്ടത്. കേട്ടതല്ലേ? അങ്ങനെ വെറുതെ കേട്ടതല്ല, പറഞ്ഞാള് ദേ ഇരിക്കുന്നു. എല്ലാം റെഡിയാക്കിയിട്ട് മിണ്ടാതിരിക്കല്ലേ കള്ളത്തി. എവിടുന്ന പെൺകുട്ടി? എന്തൊക്കെയാ അവരുടെ ഓഫർ? പറ. ഒന്നും ഇപ്പൊ പറയാൻ വയ്യ. പറയരുതെന്ന ഗിരിയുടെ സ്ട്രിക്റ്റ് ഓർഡർ. ഓ, ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്ത് എല്ലാവരെയും ക്ഷണിച്ചു വരുത്തി സ്വയം അറിയിക്കാനാ അവന്റെ ആഗ്രഹം. എന്തായാലും ഗിരി കല്യാണത്തിന് സമ്മതിച്ചല്ലോ, മതി. അത് തന്നെ നല്ലൊരു ന്യൂസാ. ഒരു സ്റ്റോറിക്കുള്ള വകുപ്പുണ്ട്. എക്സ്ക്യൂസ് മീ, പത്മയൊന്ന് വന്നേ. പത്മേ, ഗിരിയുടെ മാരേജ് സംബന്ധിച്ച ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയാം, പത്മയോട് മാത്രം. പക്ഷേ ഇപ്പോഴല്ല, കുറച്ച് കാര്യങ്ങൾ കൂടി ഫൈനലൈസ് ചെയ്യാനുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് പത്മയുടെ പത്രത്തിനു വേണ്ടി അവരുടെ രണ്ടാളുടെയും ഒരു ഇന്റർവ്യൂ ഞാൻ ശരിയാക്കി തരാം. എക്സ്ക്ലൂസീവ് ഫോർ കേരള വൺ ന്യൂസ്. പക്ഷെ അതുവരെ ഇതാരോടും ഡിസ്ക്ലോസ് ചെയ്യരുത് പ്ലീസ്. ഓക്കെ, പക്ഷേ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂവിന്റെ കാര്യം മറക്കരുത്. ഇല്ലെന്നേ, ഒരിക്കലും മറക്കില്ല. ശരി, ഓക്കെ. അമ്പി പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു അയ്യോ പാവത്തിനെ പിടിച്ച് ഗിരിയുടെ തലയിൽ ഉടനെ കെട്ടിവെച്ചേ പറ്റൂ. ഇല്ലേ സമാധാനം പറഞ്ഞ് ഞാൻ മടുക്കും. ചന്ദ്രേട്ടാ, ചന്ദ്രേട്ടാ, എന്താ ഇന്നലെ ഐസ്ക്രീം വാങ്ങിച്ചില്ല അല്ലേ? അയ്യോ, അത് ഞാൻ മറന്നുപോയി. എന്തൊരു കഷ്ടാണ് ചന്ദ്രേട്ടാ. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമേ. സുമി വന്നു. ഐസ്ക്രീമിന്റെ കാര്യം ചേച്ചി വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ചേച്ചി വാങ്ങിച്ചോണ്ട് വരില്ലേ? അപ്പൊ ഞാനത് ഓർത്തില്ല. കണ്ടോ, നിങ്ങളുടെ അമ്മ മറന്ന അതിന് കുറ്റമില്ല. എവിടെയായിരുന്നു ഇതുവരെ? അയ്യോ ക്ഷമിക്കണം, ഞാൻ വിചാരിച്ചു. സാരമില്ല, വരണം വരണം. നമസ്കാരം. നമസ്കാരം. ഞാൻ വിനി. ഓ, ഇതെന്റെ അച്ഛൻ. ഓ, ഇതമ്മായി. ദാസ്. ഇത് ഉഷ.
ഓ ഇരിക്കൂ ഇരിക്കൂ. ഞാൻ സുമിതയുടെ അച്ഛൻ. ഇത് അമ്മ ഇന്ദിര. നമസ്കാരം. ഇത് സുമിതയുടെ അനിയൻ ശ്രീനീഷ്. അത് അനിയത്തി നന്ദിത. ഈ പെണ്ണിത് എവിടെ പോയി കിടക്കണാവോ? ഇനി പുറപ്പെട്ടില്ലാവോ ദൈവമേ? സുമിത ഇതുവരെ ക്ലാസ് കഴിഞ്ഞു വന്നിട്ടില്ല. ഉടനെ എത്തും. അതൊന്നും സാരില്ലെങ്കിൽ എത്തിയല്ലോ. ഇതാണ് സുമിത. അവള് ലിറ്ററേച്ചറില് $MA എടുത്തിട്ടുണ്ട്. MPhilനും ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലെക്ചററാണ്. പഠിത്തം ചേച്ചിക്കൊരു ക്രേസ് ആണല്ലോ. അത് നന്നായി. പഠിത്തം വളരെ പ്രധാനപ്പെട്ടതാ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഇടയില്. അവൾക്ക് ഇതുവരെ നല്ലൊരു ബന്ധമൊന്നും ഒത്തു വന്നിരുന്നില്ല. വിനീതിന്റെ കാര്യം വന്നപ്പോ എല്ലാം കൊണ്ടും എല്ലാവർക്കും ഇഷ്ടമായി. സുമിതേ, ഒന്ന് ഫ്രഷ് ആയിട്ട് ഇപ്പൊ വരും. ഇത്രയും നേരം പിള്ളേരുടെ മുമ്പിൽ വായിട്ട് അളിക്കല്ലായിരുന്നു. അതുകൊണ്ടാ ഈ കോലത്തില്. നോക്കി നിൽക്കാതെ ചെല്ലും മോളെ. ഫ്രഷ് ആവണോ? ഇതല്ലേ നാച്ചുറൽ. മേക്കപ്പിൽ ജീവിതകാലം മുഴുവൻ നിൽക്കാൻ പറ്റില്ലല്ലോ. എങ്ങനെയാണോ ഇനി ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നത്, ആ രൂപത്തിൽ തന്നെ പരിചയപ്പെടുന്നതാ നല്ലത്.